കഴിഞ്ഞ ദിവസം രാത്രി ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന സ്പെഷ്യൽ ട്രെയിനിൽ നിന്ന് ഒരാൾ തെറിച്ചു വീണത് വാളയാറിനും കഞ്ചിക്കോടിനും ഇടയിലുള്ള സ്ഥലം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കാട്ടാനകൾ ഉള്ള ഒരു സ്ഥലമാണ്. പകൽ പോലും ആനകൾ വിഹരിക്കുന്നൊരു സ്ഥലം. അതുകൊണ്ട് തന്നെ അവിടെ വീണ് കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ ഒരാൾ രക്ഷപ്പെടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. എന്നാൽ അവിടെ സാഹസികമായി അയാളെ രക്ഷപ്പെടുത്തിയ അത് നമ്മളുടെ കേരള റെയിൽവേ സംരക്ഷണ സേനയിലെ ഉദ്യോഗസ്ഥനാണ്. അതിന് നേതൃത്വം നൽകിയത് ASI ആയ, അതായത് പാലക്കാട് ഡിവിഷനിലെ ASI ആയ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ഇപ്പോൾ കൃഷ്ണകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഈ ദൗത്യം? ഞങ്ങൾ 29 നൈറ്റ് ഞങ്ങൾ പാലക്കാട് നൈറ്റ് പെട്രോൾ ഡ്യൂട്ടിക്കായിരുന്നു. പ്ലാറ്റ്ഫോം ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 12 മണി സമയത്ത് ഒരാളിങ്ങനെ വാളയാറിനും കഞ്ചിക്കോടിനും ഇടയ്ക്ക് ട്രെയിനിൽ നിന്ന് പുറകിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് വീണതായിട്ട് ഒരു വിവരം ഞങ്ങളോട് പറഞ്ഞു. ആ സമയം തന്നെ SHO ശ്രീ അൻഷാദ് സാറെ അറിയിച്ചു. അദ്ദേഹം എത്രയും പെട്ടെന്ന് അതിനുവേണ്ട സൗകര്യം ചെയ്യാൻ വേണ്ടി ചെന്നെത്തി അതിന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൃത്യമായിട്ട് തന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷൻ ജീപ്പിൽ ഉടനെ പെട്ടെന്ന് തന്നെ വാളയാർ ചെന്നു. അവിടെ സ്റ്റേഷൻ മാസ്റ്ററോട് അന്വേഷിച്ചു. അപ്പോൾ അവിടുത്തെ ട്രാക്ക്മാൻ അത് കണ്ടില്ല എന്നുള്ളൊരു വിവരമാണ് ആദ്യം പറഞ്ഞത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അവർക്ക് ആ സമയം പെട്ടെന്ന് പോകാൻ പറ്റില്ല. പിന്നീട് ഞങ്ങൾ കഞ്ചിക്കോട് ഒരു അന്വേഷണം നടത്തി. അതിനുശേഷം വാളയാർ സ്റ്റേഷനുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പം അവിടുന്ന് ഇതിൻ്റെ മൊബൈൽ ട്രാക്ക്, വീണാളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ഈ മൊബൈൽ ലൊക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ അവർ കണ്ടെത്തി തന്നു. നിങ്ങൾ എത്ര സമയത്തിനകം അവിടെ എത്തി? ഏകദേശം ഇവിടുന്ന് ജീപ്പ് കൊണ്ട് വാളയാർ എത്തേണ്ട സമയം ഒരു 3/4 മണിക്കൂർ കൊണ്ട് എത്തിക്കാണും. എത്ര അംഗ സംഘമാണ് ഇവിടെ തെരച്ചിൽ നടത്തിയത്? അത് ഈ സ്റ്റേഷനിൽ പോയത് ഞാനും SCPO വിനു ആയിരുന്നു. പിന്നെ കഞ്ചിക്കോട് സ്റ്റേഷനിൽ നിന്ന് ഇതിന്റെ കൂടെ ഇതിനെ ഫോളോ ചെയ്ത് അന്വേഷിച്ചു വന്ന RPFലെ ASI ഷാജു സാറ്, കൂടെ ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. പിന്നെ ആ റൂട്ടെല്ലാം കാണിച്ചു തരാൻ വേണ്ടി അവിടുത്തെ ട്രാക്ക്മാനും കൂടെ വന്നു. രാത്രി എങ്ങനെയായിരുന്നു ഈ ദൗത്യം? അതായത് അത് പിന്നീടാണ് അറിയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഏരിയ ആണെന്നുള്ളതൊക്കെ, എലിഫന്റ് പാസേജ് ഉള്ള ഏരിയ ആണെന്നൊക്കെ ഈ ട്രാക്ക്മാൻ പറഞ്ഞാണ് അറിയുന്നത്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജീവനോടെ കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ അയാളുടെ പേരെന്തായിരുന്നു? ഏത് സ്വദേശിയാണ്? തിരുപ്പൂർ സ്വദേശിയാണ്. പ്രദീപ്. ഇപ്പൊ എങ്ങനെയാണ് പുള്ളിയുടെ ആരോഗ്യനില? എങ്ങനെയുണ്ട്? പരുക്ക് ഗുരുതരമായിരുന്നില്ല. അപ്പോൾ അയാൾ ആ വീണ ആഘാതത്തില് അയാൾ ബോധം കിട്ടി. ഞങ്ങൾ പോണ വരെ അതേ ലെവലിൽ തന്നെ കിടക്കായിരുന്നു. മുഖത്തൊക്കെ നല്ല മുറിവുണ്ടല്ലോ? മുറിവുണ്ട്. ആ വീണതിന്റെ ആ ഒരു ട്രെയിനിന്റെയോ മറ്റേതോ ഭാഗത്ത് തട്ടിയതിന്റെ ഒരു 3 പേരാണ് പോയത് അല്ലേ? അവിടെ ഈ വീണ് കിടക്കുന്ന സ്ഥലത്തേക്ക് 4 പേരോ? അല്ല, ഞാൻ, വിനു, പിന്നെ RPFലെ 2 ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. പിന്നെ ട്രാക്ക്മാൻമാരും സഹായത്തിന് വന്നു. അവിടെ ആ സമയത്ത് ആനയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല? രാത്രി 12 മണിയാണ്. അത് ആ പാസേജ് ഉള്ള ഏരിയ ആണെന്ന് ആ ട്രാക്ക്മാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. കോറിഡോർ ഉള്ള സ്ഥലമാണ്, ആനകൾ പകൽ പോലും ഉണ്ടാകുന്ന സ്ഥലമാണ്. അതെ. അതൊന്നും അറിയില്ലായിരുന്നോ? അറിയായിരുന്നു. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരിതായിരുന്നു. അയാളുടെ സഹോദരനും അയാളുടെ വിഷമവും നമുക്ക് എത്രയും പെട്ടെന്ന് ജീവനോടെ കണ്ടെത്തിക്കുക, ആ ഒരു കാര്യമേ, ആ ഒരു പേടിയെ നമ്മുടെ മനസ്സിലാക്കി. അവിടെ എത്തിയിട്ട് അയാളെ എടുത്തു വണ്ടിയിലേക്ക് കൊണ്ടുവന്നാണോ? അതെ. അയാൾക്ക് വിളിച്ചുണർത്തിയപ്പോൾ അയാൾക്ക് നടക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ സമയത്ത് കിടക്കുമ്പോൾ ബോധമില്ലാതെ വീണ് കിടക്കുമായിരുന്നു. എന്നിട്ട് വിളിച്ചുണർത്തി കൊണ്ടുവന്നു. പിന്നെ 108 ആംബുലൻസ് സഹായത്തിനെത്തി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? രാത്രി ഇരുട്ടായിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ പുറകിൽ ട്രെയിൻ വരുമെന്നുള്ള ഭയം ഉണ്ടായിരുന്നു. ഒരാൾ പുറകിലോട്ട് ട്രെയിൻ എടുക്കുക, ഒരാൾ ആനയുണ്ടോ വരുന്നുണ്ടോ എന്നുള്ളത് മാത്രം, ഈ ലൈൻമാൻമാരിൽ ഒരാൾ ആന വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയിരുന്നു. കാരണം റൈറ്റ് സൈഡ് അപ്പുറം മൊത്തം വനമായിരുന്നു. അപ്പം ഇറങ്ങി വരുന്ന സമയം ഇത് ശ്രദ്ധിക്കാനാണ് ഒരാളുണ്ടായിരുന്നത്. പിന്നെ മറ്റുള്ളവർ നമ്മുടെ ലൊക്കേഷൻ നോക്കണം, സൈഡ് നോക്കാനായിട്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഒരു കുറച്ചുകൂടെ വൈകിയാൽ അവർ ജീവൻ നഷ്ടപ്പെടുന്നുള്ള ഒരൊറ്റ ധാരണ കൊണ്ട് പിന്നോട്ടില്ല മുന്നോട്ട് തന്നെ എന്നുള്ളൊരു ലെവലിൽ നമുക്ക് മുന്നോട്ട് പോകുമായിരുന്നു. എന്തായാലും ആ ദൗത്യ സംഘത്തിലുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. എന്തായാലും നമുക്കറിയാം, ആ പ്രദേശത്തിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുള്ളതാണ്. കാരണം പകൽ സമയങ്ങളിൽ പോലും ആനയുണ്ടാവുന്ന, വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന, ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആനകൾ നടക്കുന്ന ഒരു ആന വഴിത്താരയാണത്. ആ വഴിത്താരയിലാണ് ഈ അർദ്ധരാത്രിയിൽ ഇങ്ങനെ ഒരു അപകടമുണ്ടാകുകയും ആ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഈ ഉദ്യോഗസ്ഥർ അയാളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. കാരണം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് നമ്മൾ നാടിന്റെ ആവശ്യം എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, News 18 പാലക്കാട്.